ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ്. അവിടെ എൻ്റെ കസിൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കസിന് എനിക്കൊരു പേപ്പർ സോപ്പ് ഉണ്ടാക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹായ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ സോപ്പ് മേക്കിംഗ് ആണ്. അപ്പോൾ ഇതിലേക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് പേപ്പേഴ്സൊക്കെ എടുക്കുക. എന്ത് പേപ്പറോ യൂസ് ചെയ്യാം കേട്ടോ, ടിഷ്യൂ യൂസ് ചെയ്യുക, അങ്ങനെ എന്ത് പേപ്പറോ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്ന ഒരു കളർ പേപ്പേഴ്സാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ കളർ പേപ്പർ വെച്ചിട്ടാണ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അതേമാതിരി ഡാർക്ക് ബ്ലൂ ഉണ്ട്, പേർപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് പീസാക്കിയിട്ട് കാണാം. അപ്പം നമ്മുടെ പേപ്പർ സോപ്പ് ഇതാ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പം ഞങ്ങളിതാ കുറച്ച് ഒരു ഹേർട്ട് വെട്ടിയിട്ടുണ്ട്. ഒരു ക്യൂട്ട് ഹേർട്ടും പിന്നെ ഒരു സാധാ ഹേർട്ടും വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഹേർട്ടോ പിന്നെ എന്താ പറയുക, ഇതേമാതിരത്തൊരു ഷേപ്പ്, പിന്നെ ഈ മിക്കി മൗസിൻ്റെ തല മാറ്റൊരു ഷേപ്പ്, എന്തൊക്കെ ഒരു ഷേപ്പിൽ ഞങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ ഞങ്ങളൊരു 4 ഷേപ്സാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. അതും കുറേ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വേണ്ടേ ഒരു സോപ്പ് ഹാൻഡ് വാഷ് ഒരു വാട്ടറിൽ കലക്കിയിട്ട് അത് ഒന്ന് ഈ ഷേപ്പൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് ആ വാട്ടറിലേക്ക് ഇടുക. അപ്പം നമുക്ക് അങ്ങനെ ഇടാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഷേപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സിൽ വെട്ടാം കേട്ടോ. ഞങ്ങളിതാ ഈ ഷേപ്സിലൊക്കെ ഒന്ന് മുക്കിയിട്ടുണ്ട്, ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് പിന്നെ ഞാൻ മെയ്ഡ് ചെയ്ത ഒരു ട്വിസേഴ്സാണ് കേട്ടോ. ഇതുണ്ടാക്കുന്ന വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഈ കളർ ഷീറ്റിൻ്റെ കളറാണ് കേട്ടോ ഈ ഇളകുന്നത്. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ഇത് ചെയ്യുമ്പോൾ തോനെ ഹാൻഡ് വാഷ് ഒന്നും എടുക്കരുത്, നമ്മൾ വീട്ടുകാരോട് ചീത്ത വെക്കും കേട്ടോ. അപ്പം നമ്മൾ ഇതിലിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് കീറിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് നല്ലൊരു മോഡലായിട്ടാട്ടോ ഇതിങ്ങനെ മിക്സാണ് കാണാൻ കഴിയുന്നത്. അപ്പം ഒരു മാതിരി കളർ അയക്കുന്ന കളറുണ്ട്, അങ്ങനത്തെ ഒരു കളറുണ്ട്. അപ്പോൾ നമുക്ക് മിക്സാക്കി നമുക്ക് ഇതൊക്കെ ഓരോന്നീച്ച എടുക്കാം കേട്ടോ. ഇതേമാതിരി ഓരോന്നീച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ സാധനങ്ങളൊക്കെ ഒരു ഷീറ്റിലേക്ക് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2 ഷീറ്റിലേക്കാണ് നമ്മൾ ഉണക്കാൻ വെച്ചത്. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചുകൊണ്ട് ഒന്ന് ഡ്രൈ ആക്കണം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സാധനമൊക്കെ അടിപൊളിയാണ്. പിന്നെ ഫുഡ് കഴിക്കണതിൻ്റെ മുന്നേ ഇത് വെച്ച് കൈ കഴുകരുത്. നമ്മുടെ ഈ പേപ്പറിൻ്റെ കളറൊക്കെ നമ്മുടെ കയ്യിലാവും. അത് വാങ്ങണ പേപ്പർ സോപ്പായാലും ഉണ്ടാക്കണ പേപ്പർ സോപ്പായാലും അങ്ങനെ കളർ ഇളകും. ചിലതിൽ കെമിക്കൽ ഉണ്ടാവും, പക്ഷേ ഇതിൽ കെമിക്കലൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലെ ഹാൻഡ് വാഷും കളർ പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പേപ്പർ എടുത്താലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ പേപ്പർ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങിയിട്ടൊന്ന് ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ. ആ കുപ്പിയിലേക്ക് ഇട്ട് വെക്കണ വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരും. അപ്പം നമുക്ക് എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ സിസേഴ്സ് ഉണ്ടാക്കണ വീഡിയോ നമ്മൾ പിന്നെ ഇടും. ട്വിസേഴ്സ് ഉണ്ടാക്കണ വീഡിയോ ആണ് ഇന്ന് നമ്മളിടുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോ വന്ന് കാണണം. അപ്പം നമ്മൾ ഇപ്പോൾ ഉണങ്ങുകയാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഇതിനൊരു കുപ്പിയിലാക്കണ ഒരു വീഡിയോ ഇടും. നമ്മൾ കുപ്പി ഏതാന്നൊക്കെ ആ വീഡിയോയിൽ കാണിക്കും കേട്ടോ. ബൈ.